ഭാരതത്തിൻ്റെ പല പ്രദേശത്തും ഹിന്ദു ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇതെല്ലാം ആക്രമിക്കാൻ തുടങ്ങി. ഇത് ചെയ്തിരുന്നത് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളാണ്. അതിനെ നേരിടാൻ അന്ന് ഹിന്ദു സമൂഹം തയ്യാറായിരുന്നില്ല. ഈ സമയത്താണ് ചില പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ദസറ പോലുള്ള ആഘോഷങ്ങൾ നടന്നു. ഈ ആഘോഷത്തിൻ്റെ നേരെ ആക്രമിക്കാൻ വേണ്ടി ഈ ആളുകൾ, രാജ്യദ്രോഹ ശക്തികൾ, അന്നത്തെ ഭീകരവാദികൾ എന്ന് പറയാം, ആ ആളുകളെ തുനിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇതിനെ തടയിടണം എന്നുള്ള ചിന്താഗതി വന്നു. ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തണം, എന്നാൽ മാത്രമേ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തോടെ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഡോക്ടർ ജിക്കും അതേപോലെ തന്നെ അന്നത്തെ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കത്തക്കയുള്ള ബൗദ്ധികകളും യൂണിഫോം ഇട്ടുകൊണ്ടുള്ള മാർച്ചുകളും അതേപോലെ തന്നെ പ്രത്യാക്രമണം നടത്താൻ സാധിക്കത്തക്കയുള്ള ശാരീരിക ശക്തി ഉണ്ടാകണം. അതും ഉണ്ടായി. ആരെ ആക്രമിക്കാനായിരുന്നില്ല, സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ശക്തി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് ശാരീരികമായുള്ള പരിപാടികൾ, അതേപോലെ ബുദ്ധി വികസിപ്പിക്കത്തക്ക രീതിയിലുള്ള കളികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശാഖയിൽ കളിക്കുന്ന അന്ന് പഠിപ്പിച്ച കബഡി, ശത്രുവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാനും അവിടെ നിന്നിട്ട് ആ ശത്രുക്കളെ കീഴടക്കി തിരിച്ചു പോരാനും, അതോടൊപ്പം തന്നെ ഈ വരുന്ന ആൾക്കാരെ കീഴടക്കാൻ വരുന്നവനെ അതിൽ വെച്ച് സംഘടിതമായി കീഴടക്കാനുള്ളൊരു മനോഭാവം, ആ ആത്മധൈര്യം ഉണ്ടാക്കാൻ വളരെയധികം ചിന്തിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത കളികളായിരുന്നു ഓരോന്നും. അങ്ങനെ കളികളിൽ പോലും രാഷ്ട്രബോധം ഉണ്ടാക്കാനും രാഷ്ട്രത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാനുള്ള പദ്ധതികൾ അതിൽ കൂടി ഉണ്ടാക്കി.